അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പല വഹാബികളും വഹാബിസം വലിച്ചെറിഞ്ഞുകൊണ്ട് സുന്നത്ത് ജമാഅത്തിലേക്ക് അവർ കടന്നു വരാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ വിറളി പൂണ്ട് നൗഷാദ് കുരുവട്ടൂരി വഹാബിസം വിട്ട് സുന്നിയാവരുതെന്നാണ് നൗഷാദ് കുരുവട്ടൂരി വഹാബികളോട് ആവശ്യപ്പെടുന്നത്. മാത്രവുമല്ല, അതിന്റെ പേരിൽ സുന്നികളെ പകുതി വഹാബിയാക്കുകയാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, വഹാബികളാണ് ഇപ്പോൾ നൗഷാദ് കുരുവട്ടൂരിയെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. നൗഷാദ് ഇപ്പോൾ നടത്തുന്ന പരിപാടികൾക്ക് എ മുതൽ ഇസ്സറ്റ് വരെ എന്തൊക്കെ സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ അതൊക്കെ ചെയ്തു കൊടുക്കുന്നത് വഹാബികളാണ്. എന്തെല്ലാം വിശേഷം? ഓർമ്മണ്ടോ? പിന്നെ ഇവരെ പരിപാടി പങ്കെടുത്തിരുന്നില്ലേ? നൗഷാദിന്റെ പരിപാടിയിൽ ഞാൻ കേൾക്കാൻ വേണ്ടി പോയി. അപ്പൊ ചില കാര്യങ്ങള് നൗഷാദ് ഹാസിന് തിരിക്കണ കിതാബും കാര്യങ്ങളും അയാളുടെ ശൈലിയും കാര്യങ്ങളും ഒക്കെ ഒന്ന് മനസ്സിലാക്കി. എന്റെ ക്ലിപ്പിംഗ് ഇട്ടു. ക്ലിപ്പിംഗ് ഇട്ടുകാണ്ട് അയാൾ പ്രസംഗിക്കുമ്പോ അപ്പൊ അയാൾ പറഞ്ഞ് ചോദ്യകർത്താവ് നമ്മുടെ സദസ്സിലുണ്ട്. പിന്നെ അയാളുടെ പ്രസംഗത്തിന്റെ അവസാനം പറഞ്ഞു, ചോദ്യകർത്താവിനെ ഞങ്ങള് ഔദ്യോഗികമായിട്ട് ക്ഷണിക്കാണ്, വേങ്ങരയിൽ മുഖാമുഖമുണ്ട്, അതിലേക്ക് ഔദ്യോഗികമായിട്ട് ക്ഷണിക്കാണെന്നും പറഞ്ഞു സ്റ്റേജിൽ നിന്ന്. അപ്പോഴാണ് സദസ്യർ എന്നെ കാണുന്നു, സദസ്യർ എന്നെ അറിയണതും. അല്ല, ഈ പിന്നെ അറിയില്ലായിരുന്നു, മറ്റാരും അറിയില്ലായിരുന്നു. മറ്റാരും തിരിച്ചറിയില്ലല്ലോ, പക്ഷെ അത് പറഞ്ഞുകൊണ്ട് തിരിച്ചറിഞ്ഞല്ലേ? അല്ലാതെ അല്ല, ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചല്ല. ആ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ശരി. പിന്നെ സ്വാഭാവികമായിട്ട് എന്റെ ക്ലിപ്പിംഗ് അവിടെ ഉപയോഗിക്കുന്നുള്ള ധാരണ എനിക്കുണ്ട്. അപ്പൊ അതിൽ എന്തൊക്കെയാണ് മറുപടി കാര്യങ്ങളൊക്കെ പറയാം. മുപ്പര് AP ഭാഗത്ത് പിന്നെ വളരെ ശക്തമായി എതിർത്തുകൊണ്ട് സംവാദത്തിനും ഇതിനൊക്കെ വെല്ലുവിളിച്ചു. അതാണ് മുപ്പര് നടത്തിയത്. പിന്നെ കുറെ സൂഫിസം പറഞ്ഞു, പിന്നെ ശംസുലുലമയെ കുറിച്ചും പിന്നെ മശായിഖന്മാരെ കുറിച്ചും CM അടൂരിനെ കുറിച്ചും പറഞ്ഞു. പിന്നെ അതിന് പിന്നെ കിതാബിലെ ചില തെളിവുകൾ അദ്ദേഹം ഉദ്ധരിച്ചു. ഇതൊക്കെയാണ് ഇപ്പൊ അവിടെ ഉണ്ടായിട്ടുള്ളത്. അതെ. ഞാൻ യൂട്യൂബിലൂടെ കേട്ടിരുന്നു. ഞാനതാ വിളിച്ചു ചോദിക്കാൻ കാരണം. പിന്നെ ആദ്യത്തെ മുഖാമുഖാണ് ഏത്? പിന്നെ വേങ്ങര. രണ്ടാമത്താണ് മഞ്ചേരി. വളരെ ഉഷാറായിരുന്നു, ഭയങ്കര മഞ്ഞായിരുന്നു. അത് തമാശയൊക്കെ പറയണ്ടേ? തമാശ കൊണ്ടാണ് രണ്ടാളെ ചോദിച്ചു മറുപടി പറഞ്ഞു. കേട്ടാ ശരിക്ക്? അത് ഫുള്ള് ഞാൻ കേട്ടു, ഇതും ഫുള്ള് കേട്ടു. ഇത് ഫുള്ള് കേട്ടപ്പോഴാണ് അവസാന ഭാഗത്ത് നിങ്ങൾ വന്നതായിട്ടൊരു സൂചന എനിക്ക് കിട്ടി. പിന്നെ നൗഷാദ് ഉസ്താദിന്റെ മഞ്ചേരി പ്രോഗ്രാം മുഴുവൻ കേട്ടോന്ന് വെച്ച്. അതെ, പിന്നെ മഞ്ചേരി പ്രോഗ്രാം മുഴുവനും കേട്ടു. പിന്നെ ഇതും കേട്ടു. കാരക്കുന്ന് അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ, നിങ്ങൾ എന്നാണോന്ന് എനിക്കൊരു ഡൗട്ട് അതിൽ തോന്നി. അപ്പൊ അത് നിങ്ങൾ പോയിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് മാത്രമേ ഞാൻ വിളിച്ചത്. പിന്നെ അവരെ ആൾക്കാരെ പരിപാടി എന്റെ നാട്ടില് ഒരു പരിപാടി വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എന്നോട് പിന്നെ സ്ഥലവും കാര്യങ്ങളൊക്കെ തരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനൊരു സാമൂഹ്യ രാഷ്ട്രീയ സംസ്കാര രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ എനിക്ക് എല്ലാവരും വേണം. അപ്പോ ഞാൻ ഇവിടുത്തെ കോൺഗ്രസിന്റെ കമ്മിറ്റിയിലുള്ള വേങ്ങര കോൺഗ്രസിന്റെ കമ്മിറ്റിയിലുള്ള ആളാണ്. അപ്പോ പിന്നെ പല മേഖലയിലെ ചാരിറ്റിയിലും അതേപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ എനിക്കെന്താ വെച്ചാൽ നിങ്ങൾക്ക് പരിപാടി വെക്കാൻ ഞാൻ സ്ഥലം തന്നാൽ അപ്പൊ അതൊരു ശത്രുത ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ അതേപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഞാൻ എന്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തി പെർമിഷനും കാര്യങ്ങളൊക്കെ ഞാൻ സഹായിച്ചുതരാം. പിന്നെ സ്ഥലങ്ങൾ എവിടെയും കണ്ടെത്തുക, എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയണൊക്കെ ചെയ്യാം. പരസ്യമായിട്ട് എനിക്ക് നിങ്ങളെ സഹായിക്കാനും കാര്യങ്ങളൊന്നും കഴിയില്ല. അപ്പൊ ഞാനൊരു വിഭാഗത്തിലെ എതിർപ്പ് ഞാൻ ആഗ്രഹിക്കണില്ല എന്നാണ് ഞാൻ അതിന് പറഞ്ഞത്. അവരുടേതായ പരിപാടി കാര്യങ്ങൾക്കൊക്കെ ക്ഷണിച്ചു. അവരെന്താ വെച്ചാൽ ഒരു പരിപാടി ഉണ്ടാകുമ്പോ അവരെ സ്ഥലത്തുള്ള ആളുകൾ ഒരുമിച്ച് കൂടട്ടെ, ദൂര സ്ഥലത്തു നിന്നൊക്കെ വന്നു കണ്ട് ഓരോരുത്തര്. പിന്നെ അവര് വാട്സപ്പ് ഗ്രൂപ്പാണ്. ഞാൻ പറഞ്ഞ നിങ്ങളെ പരിപാടിക്ക് എനിക്ക് എല്ലാ പരിപാടിക്ക് വരാനൊന്നും കഴിയില്ല, നിങ്ങളെ കൂടെ എനിക്ക് പ്രവർത്തിക്കാനും കഴിയില്ല. എനിക്ക് എന്റേതായ ഒരു മേഖല ഉണ്ട്. ഞാൻ ഒരുപാട് പല വിഷയങ്ങളെ കുറിച്ച് പഠിക്കുന്ന ആളാണ്. അപ്പൊ എനിക്കിങ്ങനെ നിങ്ങളെ നൗഷാദ് ഹാസനിന്റെ മാത്രം ഫോളോ ചെയ്ത് എനിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ എനിക്ക് എന്റേതായ വഴി ഉണ്ട്, അത് പറ്റില്ല. അപ്പൊ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അവരോട് ക്ഷണിച്ച. കാരണം നൗഷാദ് ഹാസൻ എന്റെ ക്ലിപ്പിംഗ് അവിടെ ഉപയോഗപ്പെടുത്താണ്ട് എന്നോട് പരിചയപ്പെടുത്തിയപ്പോ സ്വാഭാവികമായിട്ട് എല്ലാരും പിന്നെ എന്നെ അറിഞ്ഞു. അപ്പൊ എന്നെ പരിപാടി കഴിഞ്ഞപ്പോ ആളുകൾ കൂടി എന്നോട് സംസാരിച്ചു കുറെ ആൾക്കാര്. ഭക്ഷണം കഴിച്ചു. ഇവിടെ ഒരു ചായ ലഡു കേക്കൊക്കെ കൊടുത്തു. ഇവിടെ
പരിപാടിക്ക്. അല്ല പിന്നെ അപ്പൊ പരിപാടിക്ക് അവധി ക്ഷണിച്ചിട്ടുണ്ട് അല്ലേ? ആ, മുഖാമുഖത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. അതിന്റെ നെറ്റ് നോട്ടീസും കാര്യങ്ങളൊന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല. വെള്ളിയാഴ്ച പൈസ കണ്ടനം നടക്കുകയാണല്ലോ. അത് കഴിഞ്ഞിട്ടാണ് വേങ്ങരയില് നൗഷാദ് പരിപാടി വെക്കാന്ന് പറഞ്ഞത്. ഉണ്ടാവുക. അതെ. അപ്പോ പിന്നെ വിഭാഗം ഒരു നോട്ടീസിൽ ഇതിനൊക്കെ മറ്റേ PK സക്കാഫി ഇരിങ്ങല്ലൂര് പറഞ്ഞതാണ് വിവാദമാക്കിയത്. PK സക്കാഫി അതിന് ഇടപെട്ടിട്ടില്ല. അനവി സക്കാഫി ഞാനായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഗംഭീര മുഖാമുഖം അല്ല നൗഷാദ് മഞ്ചേരി രൂപത്തിലുള്ള ഗംഭീരായിരുന്നു മുഖാമുഖം. അതെ. അല്ല നൗഷാദ് ഹസന്റെ പരിപാടി വെക്കാൻ വേണ്ടി സ്ഥലങ്ങളോട് ചോദിക്കുന്നടുത്ത് സ്ഥലമുണ്ടോ? നമ്മള് ഇവിടെ പിന്നെ ഇവിടുത്തെ പഴയ ടീമാണ് ഏറ്റവും കൂടുതൽ സ്ഥലമുണ്ട്. കൊറേയൊക്കെ ഇപ്പൊ വിറ്റു, കൊറേയൊക്കെ അവകാശം, കൊറേയൊക്കെ മരിച്ച് അവകാശം പോയി, കുറെ വിറ്റു. ഇനിയുണ്ട് നമ്മളടുത്ത് കുറെ. പിന്നെ നമ്മള് മെയിൻ റോഡിന്റെ അപ്പുറത്തൊക്കെ നമ്മളടുത്ത് കുറെ സ്ഥലം. നമ്മളിവിടുത്തെ നമ്മൾ പഴയ ജന്മി കുടുംബമാണ്. പണ്ടത്തെ കുടുംബക്കാരാണ് അല്ലേ? പിന്നെ നിങ്ങള് വീഡിയോ ചെയ്തോളൂ, പ്രശ്നത്തില്ല. ഞാനിപ്പോ പിന്നെ ഇൻഷാ അല്ലാഹ് ഞാൻ എല്ലാവർക്കും പഠിക്കാൻ പറ്റിയ ഉപകാരപ്പെടുന്ന രൂപത്തില് പിന്നെ ഞാൻ ചോദ്യങ്ങളും കാര്യങ്ങളും ഉണ്ടോളൂ. ഞാനാരെയും പണക്കാനും ആരെയും ബുദ്ധിമുട്ടിക്കാനൊന്നും എന്റെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടാവില്ല. കേന്ദ്രമനെ ഒന്ന് പിടിച്ചു പോടെ. നമുക്കൊരു അഭിമുഖം നടത്തുന്ന പോലെ ഇങ്ങനെ ഫോണില് മറ്റേ സാധാ ഫോണില് വിളിക്കും ഞാന്. ആയിക്കോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. ഫോണിൽ കൂടി അല്ലെങ്കിൽ ഞാൻ കോഴിക്കോട്ട് വരുമ്പോ അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് കഴിയുന്നുണ്ട് ഒരു ഓഫീസോ റൂമോ എന്തെങ്കിലും ഒഴിഞ്ഞ സ്ഥലം ഏർപ്പാട് ചെയ്യുക. അല്ലെങ്കിൽ എന്റെ വീട്ടിൽ വരാം. ഞാൻ ഇപ്പോ പുതിയ വീടിന്റെ പണിയിലാണ്. വീട് പൊളിച്ചാണ് പുതിയ വീടിന്റെ തറ എത്തിയിട്ടുള്ളൂ. അപ്പൊ കുട്ടികളെ നിർബന്ധം, എനിക്ക് ആൺകുട്ടികളുടെ 3 പെൺകുട്ടികളുടെ കുട്ടികളെ നിർബന്ധത്തിന് ചെയ്യാണ് ഞാൻ വീട് പുതിയത്. അപ്പൊ ഞാനിങ്ങനെ എന്റെ തിരക്കിൽ അപ്പൊ പരിപാടി കഴിഞ്ഞിട്ട് ഫോണിൽ കൂടെ അങ്ങനെ ആക്കാം. നേരിട്ട് ഇങ്ങോട്ട് വരും. അല്ലെങ്കിൽ ഞാന് ആ ഭാഗത്തൂടെ വരുമ്പോ സൗകര്യപ്പെടുമ്പോ അങ്ങനെ ഏത് രൂപത്തിലോ അതിനൊന്നും എനിക്ക് പ്രശ്നമില്ല. ഞാൻ തുറന്നിട്ട്. അതെ. അതെനിക്കറിയാലോ. നമ്മള് ഇന്നും നിലയിൽ തുടങ്ങിയല്ലോ. നമ്മള് കേരളന്മാരും ക്രിസ്ത്യൻകാരും തമ്മില് സംസാരിക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കിയ ആൾക്കാരല്ലേ. അങ്ങനെ മറുപടി കൊടുത്തിട്ടോ? അതൊന്നും എനിക്ക് വിഷയമല്ല. ഇപ്പൊ എല്ലാവർക്കും ഒരു പേടിയൊക്കെ മറ്റിങ്ങനെ സോഷ്യൽ മീഡിയയിലായിരുന്നു. പേടിയെന്നല്ല, അനിൽസക്കാഫിനോട് പറഞ്ഞത്. ഞാൻ അനിൽസക്കാഫിനോട് പറഞ്ഞു അതിലെന്താ പിന്നെ കാരക്കുന്ന് മുഖാമുഖത്തിന് മഞ്ഞുണ്ടായിരുന്നപ്പോ. അതെ തീർച്ചയായിട്ടും നല്ല മറുപടിയാണ് അവിടെ പറഞ്ഞത്. നല്ല മറുപടിയാണ് പറഞ്ഞത്. PK സക്കാഫി ഇടപെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ 2 മുഖാമുഖവും ഗംഭീര. പക്ഷെ ഇത്ര വിവാദമാവില്ലായിരുന്നു. അപ്പൊ ആ സാഹചര്യത്തിൽ പിന്നെ നിർത്തി. പിന്നെ ഞാൻ ഇടപെട്ടിട്ടില്ല. പിന്നെ അനിൽ സക്കാഫി മറുപടി പറഞ്ഞോട്ടെ, ഞാൻ അനിൽ സക്കാഫിന്റെ മറുപടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്, നിങ്ങളോടല്ല എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഞാൻ ഒഴിഞ്ഞത് അതാണ്. അതെ, പക്ഷെ വേറൊന്നുണ്ട്. അതിലിപ്പോ ഒരു ആദർശപരമായിട്ടുള്ള ഒരു പരാജയം എന്ന് പറയാനും ഇല്ലല്ലോ. മൂപ്പര് പറഞ്ഞത് ഒരിക്കലും തെറ്റല്ല. മൂപ്പര് പറഞ്ഞത് ഒരു ഖണ്ഡനം തന്നെയാണ്, കുഴപ്പത്തില്ല. പക്ഷെ ആ പറഞ്ഞ ശൈലിയും ഖണ്ഡിച്ച രീതിയും കുറച്ചൊരു വൈകാരികമായി പോയി. മുജാഹിദ് ഒരു ക്ലിപ്പാക്കിയത് മുഖം നഷ്ടപ്പെട്ട മുഖാമുഖം എന്നുള്ളതാണ് ഇപ്പൊ ക്യാപ്ഷൻ കൊടുക്കുന്നത്. അതിന് മാത്രമൊന്നും ഇല്ല എന്താണോ? അതിന് മാത്രമില്ല. പക്ഷെ ഒരു അതിപ്പോ അങ്ങനെ തന്നെയല്ലേ. അത് ഓരോരുത്തർ സംഘടനകൾ അങ്ങനെ തന്നെ വളർത്താൻ വേണ്ടി ശ്രമിക്കും. അല്ലെ, പൊതുവെ പറയാൻ ഒരുപാട് ആൾക്കാർ വിളിച്ചിരുന്നു. പല ഭാഗത്തുനിന്നും വിളിച്ചിരുന്നു. ഒരുപാട് ആൾക്കാർ വിളിച്ചിരുന്നു. അതായത് നിങ്ങളിപ്പോ മുജാഹിദ് ഭാഗത്താണോ, നിങ്ങൾ സുന്നി ഭാഗത്താണോ, ഏതാന്നുള്ളത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. ഒരുപാട് ആൾക്കാർ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ മുജാഹിദ് ഭാഗത്താനും വേണ്ടില്ല, സുന്നി ഭാഗത്താനും വേണ്ടി. ഞാൻ ആദ്യം സുന്നിയിലായിരുന്നു, പിന്നെ മുജാഹിദ് പോയി. അല്ല, എന്നോട് വന്നിട്ട് നമ്മള് പിന്നെ കേരളം ഇഷ്ടം ഗ്രൂപ്പ് ഉണ്ടാക്കി ചർച്ച ചെയ്ത ആൾക്കാരുണ്ടല്ലോ, ഓർക്കറിയാലോ. അപ്പൊ അതോടുകൂടിയാണ് സുന്നി ആയത് എന്നുള്ള, ഞാൻ സുന്നി പ്രസ്ഥാനത്തിലേക്ക് പോവുകയാണെന്നുള്ള ഭാവവിശ്വാസം പറഞ്ഞു. ആ സമയത്ത് നല്ലൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ടല്ലോ. ഇന്നെ അറിയാത്തവർക്ക് അറിയാൻ കഴിഞ്ഞു. ആരാണെന്നുള്ളത് അറിയാത്തവർക്ക് അറിയാൻ കഴിഞ്ഞു. അതിലൂടെ അറിയാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും. അതെ ചോദ്യകർത്താവ് ആരാണെന്നുള്ളത് അറിയാത്തവർക്ക് അറിയാൻ കഴിഞ്ഞു. അതെ. പിന്നെ വിഷ്ടം വിഭാഗത്തിലായിരുന്നു. അങ്ങനെ ഞാനും അയാളും കൂടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി
അങ്ങനെ പിന്നെ സമസ്തയിലേക്ക് കൊണ്ടുവന്ന്, അതാണ് എന്നോട് ആൾക്കാർ ചോദിക്കുന്നത്, നിങ്ങൾ സമസ്തയിലേക്ക് മൂപ്പരെ കൊണ്ടുവന്നിട്ട് മൂപ്പരെ ഉറപ്പിച്ചെടുത്താൻ കഴിഞ്ഞില്ലെന്ന് വെച്ചാൽ എന്നോട്. പിന്നെ ഇത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയമാണ് ഔഷാദ് കുരുവട്ടൂരിക്കുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുശ്രിക്കുകളായ ആളുകളെയാണ് തൗഹീദിലേക്ക് ക്ഷണിച്ചത്. അവർ ശിർക്ക് വിട്ട് തൗഹീദ് സ്വീകരിക്കാൻ തയ്യാറായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഇസ്ലാമിലേക്ക് സ്വാഗതം ചെയ്യുകയായിരുന്നു. ഇത് തന്നെയാണ് ഫൈസൽ അഹ്സനി രണ്ടത്താണിയും ചെയ്തിട്ടുള്ളത്. വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന വഹാബിസത്തിന്റെ പല വിശ്വാസങ്ങളും അവർ വലിച്ചെറിഞ്ഞു. ഇത് കണ്ട ഫൈസൽ അഹ്സനി രണ്ടത്താണി പറഞ്ഞു, ഏതാനും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചാൽ അത് നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ഗൗരവമായ അഭിപ്രായ വ്യത്യാസങ്ങളിൽ സുന്നികളുമായി നിങ്ങൾക്ക് തർക്കമില്ല. നിങ്ങൾ ജിന്നിനെ വിളിക്കുന്നു, ജിന്നിനെ വിളിച്ചാൽ ശിർക്കാവുകയില്ല എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഔലിയാക്കളെ വിളിക്കുന്നു, ഔലിയാക്കളെ വിളിച്ചാൽ ശിർക്കാവുകയില്ല എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിലേക്ക് വിസ്റ്റം വിഭാഗത്തെ ഫൈസൽ അഹ്സനി രണ്ടത്താണി ക്ഷണിച്ചതാണ് നൗഷാദ് വട്ടൂരിയെ പ്രകോപിതനാക്കിയിട്ടുള്ളത്. നൗഷാദ് ഇപ്പോൾ വഹാബിസവുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ്. പല വിഷയങ്ങളിലും നൗഷാദ് വാദിച്ചുകൊണ്ടിരിക്കുന്നത് വഹാബി വാദമാണ്, അതിലേറെ യുക്തിവാദമാണ്. വഹാബികൾ അള്ളാഹുവിനെ പോലെ പിശാചിന് കഴിവുണ്ടെന്ന് വാദിക്കുമ്പോൾ ഔലിയാക്കൾക്ക് അള്ളാഹുവിനെ പോലെ കഴിവുണ്ടെന്ന് നൗഷാദ് വട്ടൂരിയും വാദിക്കുന്നു. വേങ്ങര മുഖാമുഖത്തിൽ വഹാബികൾ പരാജയപ്പെട്ടതിൽ വഹാബികളെ പോലെ തന്നെ നൗഷാദിനും വിരളി പിടിക്കുകയാണ്. ദുഃഖിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. ഒരുപാട് ചോദ്യങ്ങൾ വഹാബികൾ ചോദിച്ചു. കൃത്യവും വ്യക്തവുമായ നിലക്ക് സുന്നി പണ്ഡിതന്മാർ മറുപടി പറഞ്ഞു. അതൊന്നും വഹാബികളെ പോലെ തന്നെ നൗഷാദും കണ്ടില്ല. അവസാന സമയത്ത് വഹാബികൾക്കും കുരുവട്ടൂരി നൗഷാദിനും ഒരു കച്ചിത്തുരുമ്പ് കിട്ടി. അതും കച്ചിത്തുരുമ്പല്ല, PKM സഖാഫിയുടെ മറുപടി എന്നോണമുള്ള കൃത്യമായ ചോദ്യത്തിന് മുമ്പിൽ വഹാബിയായ ബാവ ഇസ്ലാഹി പതറുകയാണ് അവിടെ ചെയ്യുന്നത്. നിങ്ങളുടെ പെർമിഷൻ കഴിഞ്ഞിരിക്കുന്നു എന്ന ഭീഷണിയാണ് ബാവ ഇസ്ലാഹി അവിടെ നടത്തിയിട്ടുള്ളത്. എന്നാൽ വഹാബികളെ പോലെ തന്നെ കുരുവട്ടൂരി നൗഷാദും അതിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ്. കാരണം വഹാബികളെ പോലെ തന്നെ ഉദരപൂരണമാണ് നൗഷാദ് വട്ടൂരിയുടെ ലക്ഷ്യം. വഹാബിസം തകർന്നാൽ നഷ്ടം നൗഷാദിനാണ്. നൗഷാദിന്റെ ഉപജീവന മാർഗമാണ് വഹാബിസം എന്നുള്ളത്. ഇനി നമുക്ക് PKM സഖാഫി ഉസ്താദ് പറഞ്ഞ കാര്യങ്ങളെ പരിഹസിക്കുന്ന നൗഷാദിനെ നമുക്കൊന്ന് ആദ്യം കാണാം. ഈ ചെമ്മാട് വെച്ച് നിങ്ങളുടെ ആ ഗുണ്ടായുസം ഞങ്ങളിവിടെ തകർക്കുകയാണ്. അപ്പങ്ങട്ട് ഹാലിറായാര് PKM സഖാഫി അവറുകൾ. അപ്പൊ അയാൾ പറഞ്ഞു, ഞാനാ മഹാത്മാവ് മരിച്ചിന്റെ ശേഷങ്ങളിനോട് ചോദിച്ചോളി, ഞാൻ ചെന്നാ മതി, മുങ്കറിനക്കേറ് കാത്തിരിക്കുന്നുണ്ടാവും അവിടെ. ഒരു ചോദ്യം കറക്റ്റ് ചെയ്തൊരു ചോദ്യകർത്താവ് ചോദിച്ചാൽ മഹാത്മാക്കൾ സഹായിക്കുന്നതിന്റെ സബബ് എന്താന്ന് ചോദിച്ചാൽ ആ സബബാണ് പറഞ്ഞു കൊടുത്താ പോരെ. എന്തൊക്കെ വിറ്റാധാരങ്ങള് ഇതാണോ മതതില്ലെങ്കിൽ അതാ പറഞ്ഞു പിരിച്ചുവിട്ട് പോയിക്കോളികൾ. കേട്ടല്ലോ സഹോദരങ്ങളെ, ചില മറുപടികൾ ചോദ്യ രൂപത്തിലാണെന്ന് മനസ്സിലാക്കിയ PKM സഖാഫിയുടെ ചോദ്യമാണ്. അതിനെയാണ് നൗഷാദ് പരിഹസിക്കുന്നത്. നൗഷാദിന്റെ ഈ ചോദ്യം ചെയ്യലും പരിഹാസവും പാടില്ലാത്തതാണ്, അത് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. നൗഷാദിനൊരു താക്കീത് എന്ന രൂപത്തിൽ കുഞ്ഞമ്മദ് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടുനോക്കുക. SSFന്റെ സംസ്ഥാന പ്രസിഡന്റായ ആളല്ലേ ഇരിങ്ങല്ലൂര്. ആ സമയത്താണ് നമ്മളെ പാലക്കാട് സിൽവർ ജൂബിലി നടക്കുന്നത്. ആ ഇടക്കാണ് എല്ലാ ജില്ലയിലും ഒരു ജില്ലാ സമ്മേളനം നടന്നു. നമ്മൾ 10-27 കൊല്ലം അതിന്റെ കൊടി പിടിച്ച് നടന്നതല്ലേ. അതാണ് അനുഭവങ്ങളുടെ ചെപ്പ് ഇങ്ങനെ തുറക്കണത്. മലപ്പുറം ജില്ലയുടെ സമ്മേളനം നടന്നു കോട്ടക്കൽ വെച്ചിട്ടാ, ചങ്കുവെട്ടി. അന്ന് സമ്മേളനത്തിന്റെ പ്രമേയം എന്താ? ബി മാൻ ജെന്റിൽമാൻ, മാന്യനാവുക, മനുഷ്യനാവുക. അന്ന് വേറൊരു വിവാദം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അന്ന് ഇരിങ്ങല്ലൂർ ഒരു പ്രസംഗം നടത്തി, ഒരു 1.5 പ്രസംഗം. അത് പറയപ്പൊക്കെ സമയമല്ല അവിടെ. ഇരിങ്ങല്ലൂരോട് പ്രസംഗിച്ച് പ്രവർത്തകരൊക്കെ ഹരം കൊണ്ട് തെക്കിബീറൊക്കെ ചെല്ലിച്ചാടി.
പ്രസംഗിച്ചിട്ട് സ്പീച്ചിങ് സ്റ്റാൻഡിന്റെ അടുത്ത് നിന്ന് തിരിച്ചാണ്ട് പോകുമ്പോ സുലൈമാൻ ഉസ്താദും കോട്ടൂർ ഉസ്താദും കണ്ട് കയ്യൊടുക്കണ ആർക്ക് ഇരിങ്ങല്ലൂരിന് കയ്യൊടുക്കണം. എന്താണ് ഇതൊക്കെ? ചോദ്യകർത്താവ് ആ സംയമനം പാലിച്ച് ചോദിച്ചോണ്ടുണ്ട്. ഇയാളാണെങ്കിലോ എല്ലാ അവസ്ഥയിലും മുന്നോട്ട് പോയും ചെയ്തിന്. ഇതില്ല, ഇരട്ടമുഖം ആർക്കില്ല ഇരിങ്ങല്ലൂർ ഉള്ള ഓരണ്ട് പറയും. മൂപ്പർക്ക് മനസ്സിലൊന്ന് പുറത്തേക്കൊന്നില്ല. നിഷ്കപടനാണ്, അത് നിഷ്കളങ്കനാണ്. ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞത്, ഉള്ള ഓരണ്ട് പറഞ്ഞതാ. അത് പുറത്തേക്കൊന്നും ഇങ്ങനെ സോപ്പടിക്കുക, ഉള്ളിൽ വേറൊന്ന പരിപാടിയില്ല. നൗഷാദിനെ പോലെ കപടനല്ല PKM സഖാഫി ഉസ്താദ്. വട്ടൂരികളെ പോലെ ചതിയന്മാരല്ല, ഇസ്ലാമിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരല്ല. PKM സഖാഫി ഉസ്താദ് ചോദിക്കേണ്ട രൂപത്തിൽ മറുപടി പറയേണ്ട രൂപത്തിൽ പറയുമെന്നാണ് PKM സഖാഫി ഉസ്താദിനെ സംബന്ധിച്ച് കുഞ്ഞമ്മദ് പറയുന്നത്. ഇനി നമുക്ക് വഹാബിസം വിട്ട വഹാബികളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചതിനെ നൗഷാദ് പരിഹസിക്കുന്നതെന്ന് കാണാം. വേങ്ങർന്ന് എന്റെ പഴയ ചങ്ങായി ഉണ്ടല്ലോ ഫൈസൽ ഹസനി, അയാളൊക്കെ ആ രൂപത്തിലായിപ്പോയി. അയാൾ പറയുന്നുണ്ട്, മുസ്ലിം മുജാഹിദുകാരെ നിങ്ങൾ അവിടെ നിൽക്കണ്ട, നിങ്ങൾ ഇങ്ങോട്ട് പോരിയെന്ന്. ഫൈസൽ ഹസൻ ഇങ്ങോട്ടും വിളിക്കണത് കേട്ടോളി. പറഞ്ഞിരുന്നത് മനുഷ്യ കഴിവിന് അപ്പുറത്തുള്ളത് അത് അള്ളഹാനോട് മാത്രം ചോദിക്കുക, മറ്റേത് നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക ഇതുവരെ പറഞ്ഞിരുന്നത്. അതുപോലും മാറ്റിവെച്ചു. വിസ്ഡം മുജാഹിദുകൾ നിങ്ങൾക്ക് ഇതാ കവാടം ഇവിടെ തുറന്നു വെച്ചിരിക്കുന്നു, നിങ്ങൾക്ക് പോരി ഒരു എന്താണ് നമ്മൾ നമ്മളെ തർക്ക വ്യത്യാസം? എന്നാൽ ഈ സമുദായം രക്ഷപ്പെടും. അതാ ഞങ്ങളും പറയുന്നത്. ഈ പകുതി വഹാബിയായി നിൽക്കുന്ന നിങ്ങളും അതേപോലെ തന്നെ വഹാബിസം വിട്ട മുസ്ലിം ജിന്നൂരികളും ഒന്നായി. കേട്ടല്ലോ സഹോദരങ്ങളെ, നൗഷാദ് തന്നെയാണ് ഇവിടെ സമ്മതിക്കുന്നത്. വിസ്ഡം വിഭാഗം വഹാബിസം വിട്ടു എന്ന്. വഹാബിസം വിട്ടവരെ അതിൽ തന്നെ ഉന്തിത്തള്ളി അവരെ പിഴച്ചവരാക്കുകയല്ല സുന്നത്ത് ജമാഅത്തിന്റെ ലക്ഷ്യം. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ വേങ്ങരയിലടക്കം മുഖാമുഖം വെച്ചിട്ടുള്ളത് തന്നെ വിസ്ഡം വിഭാഗമായാലും KNM ആയാലും മർക്കസുദ്ദാവയായാലും അവരുടെ ആ വഹാബിസം വിടണം, ഇസ്ലാമിലേക്ക് കടന്നു വരണം, സുന്നത്ത് ജമാഅത്തിലേക്ക് കടന്നു വരണം എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ്. അല്ലാതെ നൗഷാദിനെ പോലെ അവരിൽ നിന്ന് പണം വാങ്ങി അത് വിഴുങ്ങി ജീവിക്കാനല്ല. അതുകൊണ്ട് തന്നെ ഫൈസൽ ഹസനി രണ്ടത്താണ് വഹാബിസം വിട്ടവരെ സുന്നത്ത് ജമാഅത്തിലേക്ക് വിളിച്ചു. നൗഷാദ് വട്ടൂരി അതിൽ പ്രകോപിതനാവുകയാണ്. അതിന്റെ പേരിലാണ് നൗഷാദ് വട്ടൂരി ഫൈസൽ ഹസനി രണ്ടത്താണ് അടക്കമുള്ള സുന്നി പണ്ഡിതന്മാരെ പകുതി വഹാബികളാക്കിയത്. അതിനേക്കാൾ രസകരമായ മറ്റൊരു കാര്യമുണ്ട്. വേങ്ങരയിൽ മുഖാമുഖത്തിൽ ചോദ്യം ചോദിച്ച ബാവ ഇസ്ലാഹി അതിന്റെ പിറ്റേന്ന് നടത്തിയ മുഖാമുഖത്തിലും പങ്കെടുത്തു. ആ മുഖാമുഖത്തിൽ അദ്ദേഹം ചോദ്യം ചോദിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം ചോദ്യം നിർത്തിയപ്പോൾ നിങ്ങൾ ചോദ്യം തുടരൂ എന്നാണ് പണ്ഡിതന്മാര് പറഞ്ഞത്. അപ്പോൾ ബാവ ഇസ്ലാഹി പറഞ്ഞു, ഇനി എനിക്കൊന്നും ചോദിക്കാനില്ല, വളരെ തൃപ്തികരമായ മറുപടിയാണ് നിങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് ബാവ ഇസ്ലാഹി സമ്മതിക്കുകയാണ്. മുഖാമുഖത്തിൽ ഞാൻ ചോദിച്ച മുഴുവൻ ചോദ്യത്തിനും എനിക്ക് തൃപ്തികരമായ മറുപടി ലഭിച്ചു എന്ന് ബാവ ഇസ്ലാഹി പറഞ്ഞത് നൗഷാദ് കണ്ടില്ല, കണ്ടതായി നടിച്ചില്ല. അതിനെ സംബന്ധിച്ച് ഒരക്ഷരം പോലും അവൻ പരിപാടിയിൽ പറഞ്ഞിട്ടില്ല. മാത്രമല്ല, സുന്നി പണ്ഡിതന്മാരുടെ വിജയം അതവന് നാശമായിട്ടാണ് തോന്നിയത്. ആ മുഖാമുഖത്തെ കുറിച്ച് ഒരക്ഷരം മിണ്ടിയില്ല. വേങ്ങരയിൽ പരാജയപ്പെട്ട വഹാബികൾക്ക് ഊർജം പകരാനും നിങ്ങൾ ഒളിച്ചോടരുതെന്ന് പറയാനും വേണ്ടിയാണ്, അവരെ ആശ്വസിപ്പിക്കാനും മാത്രമാണ് നൗഷാദ് ശ്രമിച്ചിട്ടുള്ളത്. ഒന്നാലോചിച്ചു നോക്കൂ, ഈ വട്ടൂരിസം എങ്ങോട്ടാണ് ജനങ്ങളെ നയിക്കുന്നത്? തനിച്ച പിഴവിലേക്കാണ്, വഹാബിസത്തിലേക്കാണ്, യുക്തിവാദത്തിലേക്കാണ്. അല്ലാഹു തആല അവരുടെ ഷർറിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.